അപ്പൊ അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് ഹായ് ഫ്രണ്ട്സ്, ഒരുപാട് ആഗ്രഹങ്ങളും മോഹങ്ങളുമായിട്ട് കിലോമീറ്ററുകളോളം നടന്ന് വിജയിനെ കാണാൻ പോയ ഒരു ആരാധകനുണ്ട്, നമ്മുടെ ഉണ്ണിക്കണ്ണൻ മംഗൾഡാം. അപ്പൊ ഉണ്ണിക്കണ്ണൻ മംഗൾഡാമിന്റെ വീഡിയോ ആയിട്ട് ഞാൻ നിന്ന് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഉണ്ണിക്കണ്ണന്റെ വാക്കുകളിലേക്ക് പോകാം. അറിഞ്ഞടാ, എല്ലാം ഞാൻ അറിഞ്ഞു. നീ ഭാഗ്യവാനാ. മനസ്സിൽ നന്മയുള്ളവരെ ദൈവം ഒരിക്കലും കൈവിടില്ല. ഈ ആഗ്രഹ സാഫല്യം ഉണ്ടായത് മഹാലിംഗപുരത്തെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ച് വിജയെ അയാൾ കണ്ടു. ജനുവരി 1-ന്, അതായത് ഈ വർഷം 1-ാം തീയതി പാലക്കാട് മംഗലം ഡാമിൽ നിന്ന് യാത്ര ആരംഭിച്ചു. ഒറ്റ ലക്ഷ്യമുള്ളൂ, വിജയെ കാണുക. അതെ, നീ നടന്നു പോകുമാ നീണ്ടു നീണ്ട പാതയിൽ. അവന് പ്രാന്താണെന്നാണ് നാട്ടുകാർ പറയുന്നത്. അങ്ങനെ കാൽനടയായിട്ട് കിലോമീറ്ററുകളോളം നടന്ന് ഒടുവിൽ ആളുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് ആളെത്തി എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ വിജയെ കണ്ടു. കാരവാനിൽ ഇരുന്ന് കുറേ നേരം സംസാരിച്ചു എന്നാണ് ഉണ്ണിക്കണ്ണൻ നമ്മളോട് പങ്കുവയ്ക്കുന്നത്. കൈവിരൽ പിടിക്കുവാൻ ചിലപ്പോ എനിക്കും തോന്നും നല്ല അസല് ഭ്രാന്താണെന്ന്. അല്ലെങ്കിൽ ലോകത്ത് ആരെങ്കിലും ഈ പണി ചെയ്യുവോ? ഹായ് ഉണ്ണിക്കണ്ണൻ മംഗൾഡാം, വിജയ് സാറിനെ കണ്ടു. ഉറപ്പാണോ? എന്നാ മോമ്പാ ചിറ്റപ്പൻ ചോദിക്കട്ടെ. ലൊക്കേഷനിലാണ്, കോസ്റ്റ്യൂമിലായതുകൊണ്ട് ഫോട്ടോയും വീഡിയോ ഒന്നും മൊബൈലിൽ അവിടെ ലൊക്കേഷനിലേക്ക് ഫോണും ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല. ഇവനൊക്കെ എത്ര മുക്കിയാലും ഒന്നും നടക്കാൻ പോകുന്നില്ല. അപ്പൊ നമ്മളൊരു കാര്യം ആഗ്രഹിച്ചാൽ ആ കാര്യത്തിൽ ആഗ്രഹങ്ങൾ കൊണ്ട് മാത്രമായില്ല, ആ ആഗ്രഹത്തിന് വേണ്ടി കഠിനമായി പരിശ്രമിച്ചാൽ നടക്കും എന്നുള്ളതാണ്. നടക്കും. അവര് വീഡിയോ എടുത്തിട്ടുണ്ട്, ഫോട്ടോ ഉണ്ട്. വിജയണ്ണൻ തന്നെ സെറ്റിന്ന് തോളിൽ കയറ്റിട്ടാണ് കൊണ്ടുവന്ന്, കാരവാനിൽ കൊണ്ടുവന്ന്. ഇതെന്താ ഇത് കരയാനുള്ള നേരല്ല, ആഘോഷിക്കാനുള്ള നേരാ. നേരെ സംസാരിച്ചു, എന്തിനാ ഉണ്ണിക്കണ്ണൻ അങ്ങനെ വന്ന്, അല്ലെങ്കിൽ എന്നെ കാണാൻ എത്രയോ വഴിയുണ്ട് വന്നവിടെ. ഞാൻ പറഞ്ഞു കുറെ പ്രാവശ്യം ശ്രമിച്ചെന്നൊക്കെ പറഞ്ഞ് അണ്ണൻ കുറെ നേരം എൻ്റെ അടുത്ത് സംസാരിച്ച്. സോഷ്യൽ മീഡിയയിൽ ഏറ്റവും അധികം കളിയാക്കലുകൾ നേരിട്ടിട്ടുള്ള, അല്ലെങ്കിൽ ഒരുപാട് പേര് ബോഡി ഷെയിം ചെയ്തിട്ടുള്ള ഒരു ആളെ തന്നെയാണ് ഈ ഉണ്ണിക്കണ്ണൻ മംഗൾഡാമിനെയാണ് ഒരുപാട് പേര് കളിയാക്കിയിട്ടുണ്ട്. പക്ഷെ ഇന്ന് തന്നെയായാലും അതിന് ഒന്നിനെയും വകവയ്ക്കാതെ തന്നെ അദ്ദേഹത്തിന്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് വേണ്ടിയുള്ള യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു. ആ തുടർന്ന് നടന്ന് അവസാനം ആ ആഗ്രഹങ്ങൾ സാധിച്ചു എന്ന് പറയാം. അത്രയ്ക്ക് കഠിന പ്രയത്നം നടത്തിയിട്ടാണ് ആള് വിജയെ കണ്ടു സംസാരിച്ചു. പക്ഷെ വീഡിയോ എടുത്തു, ഫോട്ടോ എടുത്തു. പക്ഷെ അതൊന്നും ഇപ്പൊ പുറത്തു വിട്ടിട്ടില്ല. അത് ഉറപ്പായും എല്ലാം പുറത്തു വിടുന്നതാണ് എന്നാണ് വിജയെ കണ്ടതും സംസാരിച്ചതും എല്ലാം പുറത്തു വിടുമെന്നാണ് നമ്മുടെ ഉണ്ണിക്കണ്ണൻ പറയുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ആ സന്തോഷം ജനങ്ങളോട് പങ്കുവച്ചു. അത്രയും നന്നായി ആ കഠിന പരിശ്രമം നടത്തി എന്നാണ് നമുക്ക് മനസ്സിലാവുന്ന ഈ വീഡിയോയിലൂടെ. നിങ്ങൾ ആരും വിചാരിച്ചിട്ട് നടക്കാതിരുന്ന കാര്യം ഞാൻ നടത്തി കാണിച്ചു തരും. ഞാനിന്ന് ഭയങ്കര ഹാപ്പിയാണ്. അപ്പോ ഫോട്ടോയും വീഡിയോയും കിട്ടിയിട്ടില്ല, അവര് അയച്ചു തരും. ദൈവമേ, ആ പൊട്ടൻ തെറ്റി പറഞ്ഞ സത്യമാണോ? കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാനും വിജയണ്ണന് കാരവാനിൽ ഒരു 10 മിനിറ്റോളം ഇരുന്ന് സംസാരിച്ചിട്ടാണ്. അപ്പോ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ. വികിലേക്ക് അപ്പു മുഖ്യം. അപ്പ വിശ്വാസായില്ലേ? എന്നാലും എന്റെ പൊട്ട, നീ ഇതെങ്ങനെ? ഞാൻ ട്രൈ ചെയ്തിടാ. ഇവിടെ ആരും അവനെ കുറിച്ച് ഓർത്ത് വിഷമിക്കണ്ട. അവന്റെ കാര്യങ്ങളെല്ലാം എല്ലാവർക്കും അറിയാവുന്നതല്ലേ. നമുക്ക് നനച്ച വണ്ടി കിട്ടി. ഉണ്ണിക്കണ്ണൻ മകളുടെ ഹൃദയം നിറഞ്ഞുമ്മ വിജയണ്ണൻ പറയുന്ന അവരുടെ ഒരു സ്പിരിറ്റ് ഉണ്ടല്ലേ സാറേ? അണ്ണാ, ഞാൻ കണ്ടു. എനിക്ക് ദൈവമാണ്. ആ ദൈവത്തിന് നമ്മൾ കണ്ടു. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഉമ്മ, ഇത്തരം കാര്യമൊക്കെ ഞാൻ പറഞ്ഞാ ഇവിടെ ആരെങ്കിലും വിശ്വസിക്കോ? നീ വ്യക്തമായി കണ്ടോന്നോ? വ്യക്തമായി തന്നെ ഞാൻ കണ്ടു. ഇതിൽ നിന്ന് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരു ആഗ്രഹം വിചാരിച്ച് ഇങ്ങനെ വെറുതെ മടിപിടിച്ചിരുന്നത് കൊണ്ടാവില്ല. ആ ആഗ്രഹത്തിന് വേണ്ടി നമ്മൾ സത്യത്തിൽ എന്തിനും നല്ലൊരു ആഗ്രഹം നമ്മൾ വിചാരിച്ചാൽ അത് നടത്താൻ വേണ്ടി കഠിനമായി പരിശ്രമിച്ചാൽ ഉറപ്പായി നടക്കും എന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ ഉണ്ണിക്കണ്ണൻ മംഗൾഡാം. ഈ നടന്ന് വിജയെ കണ്ടു എന്ന് സംസാരിക്കുന്ന ഈ വീഡിയോ ഇട്ടിരിക്കുന്നത്. തീർച്ചയായും അപ്പം നമ്മൾ ഒന്നിനെയും നമ്മൾ നിസ്സാരമായി തള്ളിക്കളയേണ്ടതല്ല.
ശരിക്കും നമുക്കൊരു ആഗ്രഹം മനസ്സിൽ തോന്നിയാൽ അത് എന്ത് തന്നെ ആയിക്കോട്ടെ അത് വിജയിച്ചെടുക്കണം എന്ന് നമ്മുടെ ഒരു ആഗ്രഹം തോന്നിയാൽ അതിനു വേണ്ടി കഠിന പരിശ്രമം നടത്തിയാൽ വിജയം ഉറപ്പാണ്. അതിനുത്തമ ഉദാഹരണമാണ് ഈ ഉണ്ണിക്കണ്ണൻ മാളവൻ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും വളരെ ഉപകാരപ്രദമാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോൻ്റെ താഴെ വന്ന് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. തീർച്ചയായും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കമൻറ്റുകളും എൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു നല്ല കിടിലം വീഡിയോയിലൂടെ തന്നെ വരുന്നതാണ്. അതുവരേക്കും എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, സൈനിങ് ഓഫ് ബുള്ളറ്റ് മച്ചാൻ.